നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രൊഫസർ ജോസ് പാമ്പയ്ക്കൻ. സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് വലിയ യുദ്ധസന്നാഹങ്ങൾ, യുദ്ധം അനുദിനം രൂക്ഷമാകുമ്പോൾ അത് ഒരു ലോകയുദ്ധമായി പരിണമിക്കുമോ എന്ന ഭയം. മറുവശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുവരവിൽ വലിയ ആശങ്ക ലോകത്തിപ്പോൾ പ്രകടമാണ്. ചൈന അത് വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം കറൻസിയെക്കുറിച്ച് പോലും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നു. ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതുചലനങ്ങൾ ഒരു ട്രംപിസത്തിന്റെ ഭാഗമാണോ, അതോ ട്രംപിന്റെ കടന്നുവരവിൽ ലോകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ട്രംപിന്റെ രണ്ടാം വിജയം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നത് രണ്ട് തലങ്ങളിലായിട്ട് നമുക്കതിനെ കാണാം. ഒന്ന്, ലോക സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയ വ്യവസ്ഥയിലും ട്രംപിന്റെ വിജയം വരുത്തുന്ന, അല്ലെ ട്രംപിന്റെ അടുത്ത 4 വർഷക്കാലത്തെ ഭരണം വരുത്തുവാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാന ചോദ്യം. രണ്ടാമത്തെ, പ്രത്യേകിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക, ട്രംപ് ഇലക്ഷൻ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതും ഇലക്ഷൻ വിജയിച്ചതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വീമ്പിളക്കവും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. ഈ രണ്ട് തലങ്ങളിലായിട്ട് നമുക്ക് ട്രംപിന്റെ അടുത്ത 4 വർഷക്കാലത്തെ വിലയിരുത്തേണ്ടതുണ്ട്, നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പൊതുവായിട്ടുള്ള ഒരു ഭരണത്തലവനായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടന്നു വരുന്നു. ട്രംപിൽ തന്നെ ചേക്കേറിയിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന്റെ കുപ്പായമുണ്ട്, മറ്റൊന്ന് ഒരു ഡിപ്ലോമാറ്റിന്റെ കുപ്പായം. മറ്റു രാജ്യങ്ങളുമായി ഇടപെടുമ്പോൾ ട്രംപ് പുലർത്തുന്നത് ആ ബിസിനസ്സുകാരന്റെ സ്വഭാവം തന്നെ ആയിരിക്കില്ലേ? ട്രംപിന്റെ അനുനയ സംഭാഷണങ്ങളും ട്രംപിന്റെ ഈ സുഖപ്പീരുമൊക്കെ ആ ബിസിനസ് പ്രൊമോഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആവില്ലേ? അല്ല, 100% ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. രാഷ്ട്രീയക്കാരന്റെ കുപ്പായം എടുത്തണിഞ്ഞ ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് ട്രംപ്. ഒന്നാമത് അതിനകത്ത് അത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ അധികാരത്തിൽ വരുന്ന ഒരാളെ പറ്റി അങ്ങനെ പറയുന്നതിൽ വലിയ തെറ്റില്ല. ഒരു അമേരിക്കക്കാരന്റെ, പൊതുവൻ അമേരിക്കൻ സമൂഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണാം. പക്ഷെ ട്രംപ് കുറച്ചുകൂടി അത് തുറന്ന് അത് മറച്ചു വയ്ക്കുന്നില്ല എന്നുള്ളതില്ല. അമേരിക്കയെ പറ്റി തന്നെ പറയുന്ന പഴയ ഒരു കമന്റ്, ഷോപ്പ് കീപ്പേഴ്സ് കൺട്രി എന്നാണ് പറയുന്നത്. ഒരു കച്ചവടക്കാരന്റെ സ്ഥലമാണത്. ലോകത്തുള്ള നമ്മള് വളരെ മറ്റൊരു തരത്തിൽ വിശകലനം ചെയ്താൽ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ലോകത്തുനിന്ന് എല്ലാ രാജ്യങ്ങളിൽ നിന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി, സമ്പത്ത് കുന്നുകൂട്ടുവാൻ വേണ്ടി ആർത്തിയോടെ ഓടിയെത്തിയ ആളുകളാണ് അമേരിക്കയിലെ വലിയ വിഭാഗം ആളുകൾ. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അക്കാഡമിക് മേഖലകളിലെ, വിദ്യാഭ്യാസ മേഖലയില്, ശാസ്ത്ര മേഖലയിലൊക്കെ വലിയ സംഭാവനകളൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള പരക്കം പാച്ചിലാണ് അമേരിക്കൻ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഏറ്റവും നല്ല പ്രകടമായ പ്രതീകമായിട്ട് നമ്മൾ ട്രംപിനെ കണ്ടാൽ മാത്രം മതി. അപ്പൊ ലോകത്ത് അമേരിക്ക കരുത്തോടെ നിൽക്കുന്നുവെങ്കിൽ അതിന് ഡോളർ എന്ന കറൻസിക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഡോളറിനെ വെല്ലുവിളിച്ച് നേരത്തെ റഷ്യൻ കറൻസി ഇന്ത്യ അംഗീകരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. റഷ്യൻ കറൻസിയിൽ വ്യാവസായിക ഡീലുകൾ നടത്താൻ ഇന്ത്യ തയ്യാറാണ് എന്ന് ഇന്ത്യ റഷ്യ അറിയിക്കുകയുണ്ടായി. പിന്നീട് ചൈന ഇത്തരം നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ ഒരു ബ്രിക്സ് കറൻസി ഇറക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചു. അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസി പരസ്പരം അംഗീകരിക്കുന്നതിനെ കുറിച്ച് അവർ കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്തു. ഇത് ട്രംപിനെ ഇത്രയധികം കാലിളക്കേണ്ടതുണ്ടോ? ഒരു കറൻസിയെ നമ്മള് ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ ഒരു പ്രതീകമായിട്ടോ ഒരു അളവുകോലായിട്ടോ കാണുന്നതിൽ വലിയൊരു തെറ്റില്ല. അമേരിക്ക സാമ്പത്തികമായിട്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുകയും അതോടൊപ്പം രാഷ്ട്രീയമായിട്ട് അതിന്റെ മേധാവിത്വം തുടരുകയും ചെയ്യുന്നിടത്തോളം കാലം അമേരിക്കൻ കറൻസിയായ ഡോളർ വലിയ പ്രതിസന്ധിയെ ഒന്നും നേരിടുവാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ട്രംപ് ഒരു മുഴം മിന്നൽ കയറ്റി എറിഞ്ഞതാണ്. അല്ലാതെ അമേരിക്കൻ കറൻസി പുറന്തള്ളപ്പെടുമെന്നൊരു തോന്നൽ കൊണ്ടല്ല. അമേരിക്കയുടെ ട്രംപ് സ്വീകരിക്കുവാൻ പോകുന്ന ചില നയങ്ങൾക്ക് ന്യായീകരണം എന്ന നിലയിൽ വരാൻ പോകുന്ന ഒരു വിപത്തിനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഒരു കറൻസി
ഒരു ലോക കമ്പോളത്തിൽ അംഗീകാരം നേടുവന്നത് ഒരു ദിവസം കൊണ്ടൊന്നും അത് ഇന്ത്യ വിചാരിച്ചാലും ചൈന വിചാരിച്ചാലും ബ്രിക്സ് നേഷൻസ് വിചാരിച്ചു കഴിഞ്ഞാലും ഒന്നും നടക്കില്ല. നമുക്കറിയാം യൂറോയെ സംബന്ധിച്ചറിയാം. യൂറോപ്പിലെ 10-28 രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളിൽ മാത്രമാണ് യൂറോ ഒതുങ്ങി നിൽക്കുന്നത്. അതേ സംഭവിക്കും. നമുക്കറിയാം ഒരു 10, 50, 60 വർഷം മുമ്പ് ഇന്ത്യൻ കറൻസി, ഇന്ത്യൻ റുപ്പി ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എത്രയോ മാത്രം ഒരു മുഖ്യ വിനിമയ മാധ്യമമായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. ഇപ്പം തന്നെ നമുക്ക് ഭൂട്ടാനിൽ ചെന്ന് കഴിഞ്ഞാൽ, നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി അവിടെ വ്യാപകമായിട്ട് അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയിലും ശക്തിയിലുമുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ട് കറൻസിയെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ആ രാജ്യത്തിന്റെ കറൻസിയെ കണ്ടു കഴിഞ്ഞാൽ മതി. അല്ല, ഡോളറിന്റെ മേധാവിത്വം ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഏതാനും രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിച്ചാൽ എടുത്തു മാറ്റാൻ കഴിയുന്നതൊന്നുമല്ല. അമേരിക്ക വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാവുന്ന ആ വാക്വത്തിൽ പുതിയ കറൻസി വളർന്നു വരാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോളറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് താരിഫ് നടപ്പിലാക്കുവാൻ വേണ്ടിയോ അദ്ദേഹത്തിന്റെ മറ്റു നിഗൂഢ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി എടുത്തു കാണിക്കുന്ന ഒരു ആയുധമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മതി ആ വാദത്തെ. ഈ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾ എന്താണ്? ലോകത്തിൽ എന്താണ് ഈ വാണിജ്യക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കയെ സംബന്ധിച്ചല്ല, അത് യൂറോപ്പിനെ സംബന്ധിച്ചുമൊക്കെയുള്ള, അതായത് കഴിഞ്ഞ 50 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഏറ്റവും സാമ്പത്തിക ശക്തികളായിരുന്ന അമേരിക്ക ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഇത്ര വലിയൊരു സാമ്പത്തിക ശക്തിയായി പോകുന്നത്. അതിനുമ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ, അപ്പൊ കൊളോണിയലിസം ഒക്കെ തീർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക ശക്തികളായിരുന്ന രാജ്യങ്ങൾ, അവയുടെ മേധാവിത്വം നഷ്ടപ്പെടും, ആ മേധാവിത്വം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ തങ്ങളുടെ പിന്നിൽ അണിനിരത്തണമെങ്കിൽ ഭരണാധികാരികളാകാൻ ആഗ്രഹിക്കുന്നവരോ കണ്ടെത്തുന്ന ഒരു മാർഗമാണ്. അപ്പൊ ട്രംപിന്റെ ഒരു സെന്റൻസ് ഉണ്ട്, അത് നമുക്ക് കമ്പയർ ചെയ്യാം, നമ്മൾ അത് തുലനം ചെയ്ത് കാണേണ്ടതാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് പറയുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. എന്താണ് ട്രംപ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് വികസിത ഭാരത് എന്ന് മോഡി പറയുന്നതും അത് തന്നെയാണ്. ഭാരതം പൈതൃകമായി വളരെ സമ്പന്നമായിരുന്ന ഒരു രാജ്യമായിരുന്നുവെന്നും ആ പൈതൃകമായ സാമ്പത്തിക ശക്തി മുൻനിര സ്ഥാനം ഭാരതം പിടിച്ചെടുക്കണമെന്നും എന്നുള്ള മോഡിയുടെ ആ മുഖ്യമുദ്രാവാക്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ അജണ്ടയാണ്. രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി ഉള്ള, അതായത് കമ്മ്യൂണലിസമോ ഹിന്ദുയിസമോ മതാധിഷ്ഠിതമായ വോട്ടുകൾ ഇനിയും 2ാമത് 3ാമത് പിന്നീട് പിടിക്കാനൊക്കെ ഇല്ല. അപ്പോൾ ജനങ്ങളുടെ മുൻപിൽ ഉയർത്തി കാണിക്കേണ്ടത് ഭാരതത്തിന്റെ പുരാണ പൈതൃകത്തെയും സാമ്പത്തിക ശക്തിയായിരുന്ന അവസ്ഥയെയും ഒക്കെ നമുക്ക് റീഗെയിൻ ചെയ്യുവാൻ വേണ്ടി എന്നോടൊപ്പം നിൽക്കുക, ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം നിൽക്കുക. ഇത് തന്നെയാണ് ട്രംപ് അവിടെ പറഞ്ഞത്. ഇത് ഒന്നിന്റെ പകർപ്പ് തന്നെയാണ്, ഇന്ത്യൻ പതിപ്പാണിത്. അപ്പൊ അല്ലെങ്കിൽ ഇന്ത്യയിലെ മോഡി പ്രധാനമന്ത്രി പറയുന്നതിന് തെറ്റൊന്നുമില്ല ഇതിനകത്ത്. അങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനത്തിന്റെ ആത്മാഭിമാനത്തെ ഊതിക്കത്തിച്ചുകൊണ്ട് മാത്രമേ ഒരു നല്ല നേതാവിന്, ഒരു നല്ല രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു രാജ്യത്തിന് തന്നെ വളർന്നു വരുവാൻ കഴിയുള്ളൂ. അതിൽ തെറ്റ് പറയാനൊക്കത്തില്ല. പക്ഷെ അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേക കാര്യം. അപ്പോൾ ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത് അത് നിലനിൽപ്പിന് വേണ്ടി കണ്ടെത്തിയ വളരെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം ഇപ്പോൾ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, അവിടുത്തെ തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെ വലിയ അസംതൃപ്തി ജനങ്ങൾക്കിടയിൽ ശക്തമായ കാലഘട്ടത്തിലാണ് ഈ മുദ്രാവാക്യവുമായി ട്രംപ് രംഗത്തെത്തിയത്. അതാണ് ജനത്തിന്റെ പൾസ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ കാര്യത്തിൽ ട്രംപ് വലിയൊരു വിജയമാണ്. ട്രംപിന്റെ തീരുമാനമല്ല, ട്രംപിന് പൊളിറ്റിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ആളുകളുടെ ആ നിലപാട് വളരെ ശരിയായിട്ടുള്ള. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരെ നമുക്കറിയാം. അമേരിക്കയിൽ കുടിയേറിയ മലയാളികളുടെ പ്രത്യേകിച്ച് 2ാം തലമുറയിൽ ഈ ഒരു വലിയ പങ്ക് ഈ പ്രാവശ്യം ട്രംപിന് പിന്നിലാണ് അണിനിരുന്നത്. അമേരിക്കയിലെ ക്രിസ്ത്യാനികള്, മുസ്ലിം, എല്ലാ മതവിഭാഗങ്ങളും ട്രംപിന് പിന്നിലാണ് വളരെ ശക്തമായി അണിനിരുന്നത്. നമ്മള് ടിവിയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. പലയിടത്തും മലയാളി അസോസിയേഷനുകളിലും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പള്ളികളിലുമൊക്കെ ട്രംപിന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ എന്താണ്
അമേരിക്ക ശക്തമായി നിലനിൽക്കേണ്ട തങ്ങളുടെ ഒരു ആവശ്യമാണ് എന്നുള്ളത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് അമേരിക്ക നിൽക്കുന്നത്. അമേരിക്കയുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. പക്ഷെ ആ പ്രതീക്ഷ കത്തിച്ച് നിർത്തിക്കൊണ്ടാണ് ട്രംപ് വന്നിരിക്കുന്നത്. എന്റെ ഒരു വിലയിരുത്തൽ 4 വർഷം കഴിയുമ്പോൾ ട്രംപ് ഏറ്റെടുത്തതിൽ നിന്ന് അധികം മുന്നോട്ടൊന്നും ട്രംപിന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയോ അമേരിക്ക രാഷ്ട്രം എന്ന നിലയിൽ അതിന്റെ ലോക രാഷ്ട്രീയ വ്യവസ്ഥയിലുള്ള ഒരു സ്ഥാനത്തെയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നെനിക്കൊരു പ്രതീക്ഷയില്ല. അതിനുള്ള ട്രംപ് 80 വയസ്സാവുന്നു. ഏജ് ഒരു വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രംപിന് ഒരു കുറഞ്ഞ കാലം കൊണ്ട് കഴിയും എന്ന് എനിക്കൊരു വിശ്വാസമില്ല. പക്ഷെ ട്രംപിന് ഏറ്റവും നല്ല മുദ്രാവാക്യം അതായിരുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മളെപ്പോഴും GDP കുറിച്ച് സംസാരിക്കും, ഒരു വശത്ത് കൺസ്യൂമറിസത്തെ കുറിച്ച് സംസാരിക്കും. അമേരിക്ക 25-26 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അത് ഇന്ത്യയുമായി നോക്കുമ്പോൾ അതിന്റെ ഒരു 6 ഇരട്ടി ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. അതിന് തുല്യമാണ് ഇന്ത്യക്ക് തുല്യമാണ് ചൈനയുടെ അവസ്ഥ. അപ്പോൾ അമേരിക്ക കൂടുതൽ കൺസ്യൂമറിസം ഉള്ള, അല്ലെങ്കിൽ കൺസ്യൂമറിസം ആനുപാതികമായിട്ടല്ല, പക്ഷെ ജനസംഖ്യയിൽ ചൈനയെയും ഇന്ത്യയെയും ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഒരു വികസനം സാധ്യമാവുമോ? അമേരിക്ക മുഖ്യമായി ഇറക്കുമതി നിരോധിക്കുന്നതിനെ കുറിച്ച് അമേരിക്കക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ കാര്യത്തില് ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ യാതൊരു കാരണവശാലും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അമേരിക്ക ഒരേ സമയം ഇന്ത്യയെയും ചൈനയെയും കൈവിട്ടുകൊണ്ട്, 2 രാജ്യങ്ങളെ ഒരേ സമയം കൈവിട്ടുകൊണ്ട് ഒരടി മുന്നോട്ട് പോകുവാൻ ട്രംപിന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ പോകേണ്ടത്, ചിന്തിക്കേണ്ടത്. ഇന്ത്യക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കി ഇത് മാറ്റാൻ നമുക്ക് കഴിയും. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുവാൻ ഇന്ത്യക്ക് കഴിയാവുന്നതാണ്. അതാണ് വാസ്തവം. അതെങ്ങനെ? കാരണം ചൈനയ്ക്കെതിരെ ട്രംപ് ഇത്ര ഒരു കലുഷിതമായി, വളരെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഒന്നാം ട്രംപ് ഭരണകാലത്ത് തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ചൈനയെ ഒരു ശത്രുവായി ട്രംപ് പ്രഖ്യാപിച്ചത്? ചൈനയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ചൈനീസ് അമേരിക്കയിലുള്ള എല്ലാ ഷോപ്പുകളിലും സ്ഥലങ്ങളിലും കാര്യങ്ങളിലും എല്ലാം ചൈനീസ് വസ്തുക്കളെ ജനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ജനം ഇത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ വാങ്ങിക്കുമ്പോഴും അവൻ വാങ്ങിക്കുന്നതിന്റെ കാര്യം എന്താ? ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തെക്കാൾ വില കുറച്ച് ചൈനക്കാരൻ കൊണ്ടുവന്ന് വിൽക്കുന്നതുകൊണ്ട് അവന്റെ പേഴ്സണൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള അവന്റെ താല്പര്യത്തിൽ എനിക്ക് ലാഭം അതാണ്, അതുകൊണ്ട് ഞാൻ ആ സാധനം വാങ്ങിക്കുന്നു, അതുകൊണ്ടാണ് ചൈനക്കാരൻ വാങ്ങിക്കുന്നത്. അങ്ങനെ ചൈനയിലുള്ള എല്ലാ സാധനങ്ങളിലേക്കും ഒരു കാലത്ത് ചൈനയില് ജപ്പാൻ കാർ മാർക്കറ്റിലൊക്കെ ജപ്പാൻ കടന്നു വന്നതുപോലെ ജപ്പാൻ കാർ മാർക്കറ്റിലേക്ക് പ്രധാനമായിട്ട് കടന്നു വന്നുള്ളൂ. ജപ്പാന്റെ കാർ മാർക്കറ്റിലേക്കുള്ള കടന്നുവരവ് ഡിട്രോയിറ്റ് എന്ന് പറയുന്ന അമേരിക്കയിൽ ഒരു പട്ടണത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അവിടെ പൂർണ്ണമായിട്ടും അതൊരു നശിച്ച സ്ഥലമായിട്ട് മാറുകയാണ്. ഫോർഡിന്റെ തുടക്കം അമേരിക്കൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കേന്ദ്രം അതായിരുന്നു. അപ്പം ജപ്പാന്റെ ഒരു പക്ഷേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചുള്ളൂ, വേറെ മേഖലകളിലേക്ക് വന്നില്ല. പക്ഷേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എല്ലാ മേഖലയിലേക്കും ചൈനീസ് പ്രോഡക്റ്റ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ചൈനയിലുള്ള ഇൻഡസ്ട്രീസ്ക്ക് കോമ്പീറ്റ് ചെയ്യാനൊക്കെ അത് തൊഴിലില്ലായ്മയും കാര്യങ്ങളും വന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പൊ ചൈനീസ് ഇക്കോണമിയുടെ ഈ കടന്നുകയറ്റം അമേരിക്കൻ ജനതയുടെ മുന്നിൽ ഭീതിയുണ്ട്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ അവർ ചൈനീസ് സാധനങ്ങൾ വാങ്ങിക്കും, വില കുറച്ച് കിട്ടുമ്പോൾ വാങ്ങിക്കുകയും ചെയ്യും. ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഇതൊരു Catch-22 സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു ദുർഘട സന്ധ്യ. ഇതിൽ നിന്ന് എങ്ങനെ വില കുറച്ച് സാധനം അമേരിക്കയിലെ പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളും വെച്ച് അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇത് ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെയല്ലോ ട്രംപ് പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ബ്രിക് കറൻസി എന്നൊക്കെ പറയുന്ന ഒരു ആകാശ പുഷ്പമാണ്, വരുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു നിഴൽ യുദ്ധത്തിന് വേണ്ടി പറയുന്ന കാര്യമാണ്. അതല്ല അങ്ങനെ നമ്മളൊരു വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കുക. ബ്രിക് കറൻസി വരുന്നു, നടപടിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു, ചൈനയും ഇന്ത്യയും ബ്രസീലും ഒക്കെ മുന്നോട്ട് പോകുന്നു. അമേരിക്ക 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യൻ ഗുഡ്സിന്റെ മേൽ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോവില്ല. അപ്രായോഗികമാണ്. ട്രംപ് ഭയപ്പെടുത്തുന്നത് ഒരു 100% നികുതി ഇറക്കുമതിക്ക് മേൽ ചുമത്തുമെന്ന്. അതായത് പ്രാക്ടിക്കലി നികുതി ഇമ്പോർട്ട് നടക്കില്ല എന്നുള്ളതാണ്. അത് 100% നികുതി. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ത്യക്കും അല്ല, ചൈനയ്ക്കും പിടിച്ചു നിൽക്കാനൊക്കില്ല, അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാനൊക്കില്ല. അതാണ് അതിനകത്തെ ഒരു പ്രശ്നം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അമേരിക്ക വൻതോതിൽ വിലക്കയറ്റം ഉണ്ടാവും രാജ്യത്ത്. അല്ല ഒരു ആർക്കും എത്ര ശക്തമായ ഒരു രാജ്യത്തിനും ഇന്ന് ഒറ്റയ്ക്കുമില്ല. ലോകം ഒരൊറ്റ കമ്പോളമായി മാറിക്കഴിഞ്ഞു. ലോകസഭ 1990s ശേഷം ഉള്ള ലോക സമ്പത്ത് കഴിഞ്ഞ 35-40 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ലോക സമ്പദ് വ്യവസ്ഥ വലിയൊരു മാറ്റം വന്നു. ലോക കമ്പോള വ്യവസ്ഥയിൽ ആർക്കും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനൊക്കില്ല. ഇന്ത്യയിൽ നിന്ന് പണ്ട് അമേരിക്ക ഇന്ത്യയിലേക്ക് കമ്പ്യൂട്ടർ തരാതിരുന്ന ഒരു കാലഘട്ടം, ഒരു 10-30 വർഷം മുമ്പ്. അതായത് ഇന്ത്യ അമേരിക്കൻ സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യ ഡിഫൻസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ള ന്യായീകരണം പറഞ്ഞാണ്. അത് ഇന്ത്യയുടെ വികസനത്തെ തടയാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ വേറൊരു പ്രശ്നമില്ലായിരുന്നു. അവർക്കും അതറിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതി വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള കരാറുകൾ, അതായത് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് കരാറുണ്ട്. അതായത് കുറഞ്ഞ നികുതി രഹിതമായിട്ട് ഇറക്കുമതി ചെയ്യാവുന്നത്. ഇപ്പൊ അത് ടാപ്പ് ചെയ്തുകൊണ്ടാണ് തന്ത്രപൂർവ്വം ചൈന മെക്സിക്കോയിലൂടെയും കാനഡയിലൂടെയും ചൈനീസ് ഗുഡ്സ് അമേരിക്കയിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് 25% നികുതി മെക്സിക്കോയിൽ ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് വയലേറ്റ് ചെയ്തുകൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് 25% നികുതി ചൈനീസ് ഗുഡ്സ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും മരുന്ന് മേലെ ഈടാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നതുകൊണ്ട് ജനുവരി 20 വന്നു കഴിഞ്ഞ് ഉടനെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചൈനയെ ബാധിക്കും, ഇന്ത്യയെ ബാധിക്കും. അതല്ല, ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള ഒരു രാജ്യമായി ഇത് മാറിയല്ലോ, പ്രൊഡക്ടിവിറ്റി. അതാണ് അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നം. അതാണ് ഈ ചൈനയെയും ഇന്ത്യയും ഒരേ സമയം പണക്കിക്കൊണ്ട് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് പിടിച്ചേക്കാം. അമേരിക്കയും കാനഡയും ഒക്കെ വലിയ തോതിൽ ഈ മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. കാരണം അടിസ്ഥാന ജോലികൾക്കുള്ള ആളുകൾ, അതാണ് മെക്സിക്കോയും അനധികൃത കുടിയേറ്റവും ഒക്കെ ഇത്രയേറെ അമേരിക്കക്കാർ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം. അല്ല, അമേരിക്കക്കാരുടെ വീട്ടു ജോലിക്കാരെ, പ്രത്യേകിച്ച് ആ മെക്സിക്കൻ മേഖലയിൽ സാന്റിയാഗോ മേഖലയിലൊക്കെയുള്ള ഭാഗത്ത് ഈ അനധികൃതമായ കുടിയേറ്റക്കാരെ ആശ്രയിച്ചാണ് അവിടെ പല ഹോട്ടലുകള്, മറ്റ് വ്യവസായങ്ങള് എല്ലാം നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഈ അനധികൃത കുടിയേറ്റം കർശനമായി കുറെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോവുകയാണ് ചെയ്തത്. അല്ലാതെ പകരം അവിടെ അമേരിക്കക്കാരൻ ആ ജോലിക്ക് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ തയ്യാറാവുകയല്ല ചെയ്തത്. പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോവുകയാണ് ചെയ്തത് ഈ കുടിയേറ്റം നിയന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന നിയമവിധേയമായോ നിയമവിരുദ്ധമോ ആയി കടന്നു വരുന്ന മാൻ പവറിനെ ആശ്രയിച്ചാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അവിടുത്തെ ഉൽപാദനം നിൽക്കുന്നത്. അവിടുത്തെ ആളുകളുടെ കൺസംഷൻ, ഉപഭോഗം നിലനിൽക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ചിലവ് കുറഞ്ഞ് നിർമ്മിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ ആളുകളുടെ ഉപഭോഗം നടക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ ട്രംപിന് ഇത് കീഴ്മേൽ മറിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യയോടുള്ള ട്രംപിന്റെ ഒരു നയം ഭാവിയിൽ എങ്ങനെ ആയിരിക്കും? ഇന്ത്യയോടുള്ള ട്രംപിന്റെ നയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ട്രംപ് ആഗ്രഹിച്ചാൽ പോലും ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് പോകാനൊക്കില്ല. ഒന്ന്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ എക്സ്പോർട്ട് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പവറാണ്. നമുക്കറിയാം അമേരിക്കയിലെ എല്ലാ മേഖലകളിലും, ആ ഒരു IT മേഖലയിലും, അതിനകത്ത് ഒരു സയന്റിഫിക് റിസർച്ച് മേഖലകളിലും അക്കാഡമിക് മേഖലകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഇന്ത്യക്കാരാണ്. അപ്പൊ അത് അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാനൊക്കില്ല. അമേരിക്ക തീർച്ചയായും ഒരു സാമ്പത്തിക അധപതനത്തിലേക്ക് താഴേക്കേ പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്ത്യയുടെ മേൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടും. 1. 2, ഇന്ത്യയുടെ കമ്പോളം വലിയൊരു കമ്പോളമല്ല ഇന്ത്യൻ കമ്പോളം. ആ ഒരു കമ്പോളത്തെ അവഗണിച്ചുകൊണ്ട് ചൈനയ്ക്കും മുന്നോട്ട് പോകാനൊക്കില്ല, അമേരിക്കയ്ക്കും മുന്നോട്ട് പോകാനൊക്കില്ല. ഇന്ത്യൻ കമ്പോളമാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ തുരുപ്പ് എന്ന് പറയുന്നതാണ് ഈ ഒരു കമ്പോളമാണ്. 1, അതിന് വിഡ്ത്തും ഡെപ്തും, അതായത് 140 കോടി ഈ ജനങ്ങള്, ആ ജനങ്ങൾ ഒരൊറ്റ രാഷ്ട്രത്തില്. രണ്ടാമത്, നമ്മൾ ആ കൺസ്യൂമറിസത്തിലേക്ക് വന്നതേ ഉള്ളൂ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കൺസ്യൂമർ കൾച്ചർ നമ്മൾ മാറുന്നത്. അപ്പം ആളുകളുടെ അടങ്ങാത്ത ഒരു ദാഹമുണ്ട് എല്ലാത്തിനോടുമുള്ള. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാര്യത്തില് അത് കമ്പ്യൂട്ടർ ആണെങ്കിലും ആപ്പിൾ ഫോൺ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന രാജ്യം ഏതാണ്? അതുപോലെ കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന രാജ്യം ഏതാണ്? അപ്പൊ ഏത് മേഖലയിൽ നോക്കി കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് നമ്മളെ
അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൂ. ഇതൊക്കെ ഒരു വിരട്ടൽ മാത്രമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മതി. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം, ഇന്ത്യ ഈ സമയത്ത് പ്രത്യേകിച്ചും ഇന്ത്യയില് ഭരണം നടത്തുന്ന ഭരണാധികാരികള് വളരെ ബുദ്ധിപൂർവവും തന്ത്രപൂർവവും അതുപോലെ വിവേകപൂർവവും പെരുമാറേണ്ട ഒരു സമയം ഇതാണ്. ആ കാര്യത്തില് എനിക്ക് തോന്നുന്ന BJP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് രണ്ട് കാര്യങ്ങൾ, പ്രതിപക്ഷത്തിനും അക്കാര്യത്തിൽ ചില ഉത്തരവാദിത്വമുണ്ട്, ഭരണപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള മുൻകൈ എടുക്കുവാനുള്ള ചുമതല ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കുള്ള. ഇത് നെഹ്റു അത് ചെയ്തിട്ടുണ്ട്. നെഹ്റു മുഖ്യ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് AKGയുടെ കാലത്തുമൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, ഭരണം കമ്മ്യൂണിസ്റ്റിൻ്റെതായിരുന്നെങ്കിൽ നെഹ്റു അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പിന്നീട് പോലും നമ്മള് വാജ്പേയിയെ UN അയക്കുന്നത്, വാജ്പേയി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് കൊടുത്തത്. അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആള്, അന്തർദേശീയ തലത്തിൽ അവതരിപ്പിക്കുവാനും സംസാരിക്കുവാനും കഴിയുള്ള ആളെന്നുള്ള വാജ്പേയി, പ്രതിപക്ഷത്തുള്ള വാജ്പേയിയാണ് ഇന്ത്യൻ പ്രതിനിധിയായിട്ടാണ് നയിക്കുന്നത്. ഇത് അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം രാഷ്ട്രം ഭരിക്കുന്നവർക്കുണ്ട്. രണ്ടാമത്, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഒപ്പോസിഷൻ ഈസ് ടു ഒപ്പോസ് എന്നൊരു ബേസിക് ഒരു ചൊല്ലുണ്ട്. പക്ഷെ അത് അടിസ്ഥാനപരമായി തെറ്റാണത്. ഒപ്പോസിഷൻ തെറ്റായ കാര്യങ്ങളെയാണ് എതിർക്കേണ്ടത്. രാഷ്ട്രത്തെയോ ഭരണകൂടത്തെയോ നിതാന്തമായി നന്മയിലും തിന്മയിലും ഒരുപോലെ എതിർക്കേണ്ടതല്ല ഒപ്പോസിഷൻ. അപ്പോൾ ഒപ്പോസിഷൻ ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ കാലത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടുത്ത 4 വർഷം ലോക രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും ട്രംപ് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങളെ ഇന്ത്യക്ക് അനുകൂലമായി തിരിച്ചുവിടുവാനുള്ള രാഷ്ട്രീയമായ പക്വതയും ശക്തിയും ഒക്കെ നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടാവുമോ? അതാണ് ഒരു വലിയൊരു പ്രശ്നം. വാസ്തവത്തിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇലോൺ മസ്ക് അടക്കമുള്ള ഒരു കൂട്ടം വ്യവസായികൾ അമേരിക്ക ഭരിക്കാനൊരുങ്ങുന്നു. ചുരുക്കത്തിൽ ആ വ്യവസായികളുടെ നിയന്ത്രണത്തിലേക്ക് ലോകം മാറുന്നു. അപ്പോൾ ഇന്ത്യക്കും നമ്മുടെ വ്യാവസായിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയണം. ഇതേ വ്യവസായികളിൽ നിന്ന് പരമാവധി ഇന്ത്യക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ വഴിതിരിച്ചു വിടാൻ നമ്മുടെ നേതൃത്വത്തിന് കഴിയണം. അല്ല, അതാണ് അവിടെ നമുക്ക് കിട്ടിയ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി മാറ്റാൻ കഴിയുമോ? നമ്മളെ എറിഞ്ഞ കല്ലെടുത്ത് നമുക്ക് തിരിച്ച് നമ്മുടെ അടിസ്ഥാനം പണിതുയർത്താൻ നമുക്ക് കഴിയണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് ചൈന അമേരിക്കയുടെ മുന്നിൽ ദുർബലമായി നിൽക്കുന്നു. ചൈന അമേരിക്കയുടെ മുന്നിൽ ദുർബലമായി ആകുമല്ലോ ഈ ഒരു ഏറ്റുമുട്ടലിന് വരുമ്പോൾ. ആ ഏറ്റുമുട്ടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയും ഇന്ത്യയും ഒരേ സമയം മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ നോക്കില്ല. ആ കാര്യത്തെ സംബന്ധിച്ചത് ഒന്ന്, ലോകത്തെ ഏറ്റവും വലിയ 2 ഇക്കോണമീസ്, ഒന്ന് ഏറ്റവും വലിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോക കമ്പോളമല്ലേ, ഏറ്റവും വലിയ കമ്പോളത്തെ അവഗണിച്ചുകൊണ്ട് എങ്ങോട്ട് മുന്നോട്ട് പോകാനൊക്കെ. പിന്നെ ഒരു എമർജിംഗ് പവറാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അമേരിക്കയെ കൊണ്ടുണ്ടായിരുന്ന ചരിത്രപരമായ ഒരു നേട്ടം നമ്മൾ എത്ര ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊണ്ടത്, ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ എല്ലാ കാലത്തും ഒരു ശത്രുതാ മനോഭാവമുണ്ട്, നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു പിൻബലമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ഏത് അവസരത്തിലും ചൈന നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു, ചൈനയ്ക്കെതിരെ അമേരിക്ക നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു താല്പര്യമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു മേഖലയിലൊക്കെ നമുക്ക്, പക്ഷേ ഇനിയൊരു ലോകയുദ്ധം എന്നൊക്കെ പറയുന്നത് ഉണ്ടാകാനുള്ള അതിന്റെ ഒരു കാലം, ട്രേഡ് വാറാണ് ഇന്നത്തെ വാറ്, അല്ലാതെ ഒരു യുദ്ധങ്ങൾ എന്ന് പറയുന്നതൊക്കെ കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അത് പേടിക്കേണ്ട കാര്യം. എങ്കിൽ പോലും ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമായാല് അമേരിക്ക നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ള ആ ഒരു തോന്നലുണ്ടായിരുന്നല്ല, ആ തോന്നൽ നഷ്ടപ്പെട്ടു. അതൊരു വൈകാരികമായ ഒരു ഇതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിനൊന്നും വലിയ പ്രസക്തി ഇനി മുന്നോട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വരവ്, ഈ വരുന്ന കോലാഹലങ്ങളും, പിന്നെ ഒരു അപകടം ഉണ്ടാകാവുന്ന ഒരു മേഖല, ട്രംപിന്റെ മേലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് എലോൺ മസ്കിനാണ് ഇപ്പോഴുള്ളത്. എലോൺ മസ്കിന് ഇന്ത്യൻ മാർക്കറ്റിൽ കടന്നു വരിക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. അയാളുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കാർ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ കാർ മാർക്കറ്റിൽ എലോൺ മസ്കിന് വേണ്ടി വിട്ടുവീഴ്ച, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് വേണ്ടി വരുമല്ലോ അവസാനം ഒരു ധാരണ വരുമ്പോൾ. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് എലോൺ മസ്കിന് തുറന്നു കൊടുക്കേണ്ടി വന്നാൽ, ടെസ്ലയ്ക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ അത് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്തപ്പെട്ടു. കാർ മാർക്കറ്റ് ലോകത്ത് ഒരു വലിയൊരു കമ്പോളമാണ്. തൊഴിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, നികുതി വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലൊക്കെ ഓട്ടോമൊബൈൽ മാർക്കറ്റ്, ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ
എലോൺ മസ്ക് കടന്നു വരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തൊഴിൽദായകരായിട്ട് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അടുത്ത കാലത്ത് വളർന്നു വന്നതാണ് ഓട്ടോമൊബൈൽ മാർഗം. അപ്പൊ അങ്ങനെ ചില വ്യവസായങ്ങളെ ഇന്ത്യയിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഞാൻ ട്രംപിന്റെ വരവ്, ട്രംപിനെ പറ്റി എൻ്റെ ഒരു സപ്പോർട്ടറൊന്നുമല്ല, പക്ഷെ ട്രംപിന്റെ ഈ വരവ്, ഈ ട്രംപ് അരഭ്രാന്തനാണ്, എലോൺ മസ്കും ഈ രണ്ട് കിറുക്കന്മാരും കൂടെ കൂടി ലോക സമ്പദ് വ്യവസ്ഥയിൽ കുറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കും. പക്ഷെ നമുക്കത് ഈ ഒരു നല്ല ഒരു അവസരമാക്കി മാറ്റിയെടുക്കുവാൻ ഇന്ത്യക്ക് കഴിയും. ഇനിയുള്ള അടുത്ത വർഷങ്ങൾ ഇന്ത്യക്ക് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ആംഗിളിൽ. നമ്മുടെ മോദി ഭരണകൂടം കഴിഞ്ഞ 2 ടേം ഇന്ത്യ ഭരിച്ചപ്പോൾ പഴയ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തു. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ റോഡ് വികസനം, അതിൽ മുൻപൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നത് ജപ്പാനിൽ നിന്നുള്ള, ലോക ബാങ്കിൽ നിന്നുള്ള ലോണുകളായിരുന്നു മുഖ്യമായിട്ട്. പക്ഷേ ഇക്കുറി ടോൾ പിരിവിലൂടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അതിനുള്ള പണം കണ്ടെത്തി വലിയ തോതിൽ അടിസ്ഥാന സൗകര്യ വികസനം ചൈനയ്ക്കൊപ്പം എത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ വികസനം മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ഇത് സഹായകരമാവില്ലേ? അമേരിക്കയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ദശാബ്ദങ്ങൾക്ക് മുൻപേ വേണ്ടത്ര വളർച്ച നേടി എന്ന ഘട്ടത്തിലാണ്. അതെ, നമ്മൾ പറഞ്ഞാൽ വിസ്താരമായി മുന്നോട്ട് പോകും. എങ്കിൽ പോലും അമേരിക്കയുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1930s ഡിപ്രഷന് ശേഷം ആ ഡിപ്രഷനെ, സാമ്പത്തിക തകർച്ചയെ ഓവർകം ചെയ്യാൻ വേണ്ടി ന്യൂ ഡീൽ ജോൺ മേനാർഡ് കെയ്ൻസ് പ്രപ്പോസ് ചെയ്ത ന്യൂ ഡീൽ പ്രോഗ്രാം. ആ ന്യൂ ഡീൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിലെ വൻ നിരത്തുകളെല്ലാം ഹൈവേകൾ ഉണ്ടായത്. ആ ഹൈവേകളാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അതേപ്പറ്റി ഒരു വലിയൊരു ചൊല്ലുണ്ട്, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയല്ല അമേരിക്കൻ റോഡുകൾ ഉണ്ടാക്കിയത്, അമേരിക്കൻ റോഡുകളാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിച്ചതെന്ന്. അത് എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ ഏത് രാജ്യവും അത് പകർത്തിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഏറ്റവും നല്ല, മോഡി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ട്, ഒന്നൊന്നിനെ പ്രോത്സാഹിപ്പിക്കുന്ന. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യുന്നു, പിന്നെ പെട്രോളിയം ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യും. അതൊരു 10% ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 10% പെട്രോളിയം സേവ് ചെയ്യപ്പെടുന്നുണ്ടാവും, തൊഴിലുണ്ടാവുന്നു. മറ്റ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയെ, ഇവയെല്ലാം ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് പൊല്യൂഷനെ കുറയ്ക്കുന്നു ഈ ഒരു മേഖലയിൽ. അപ്പൊ ഒന്നാമത്തെ നേട്ടം അതാ, ആ ഒരു രീതിയിലുള്ള. പക്ഷേ ഇന്ത്യൻ ഒരു വലിയ പ്രശ്നം ഒന്നാം വെച്ചാൽ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു ജനാധിപത്യമാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടോ എന്ന്. പിന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് വളരെ അവ്യക്തമായ ഒരു സംവിധാനമാണ്. അമേരിക്കയിൽ കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം അമേരിക്കയിൽ 2 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും വേറൊരു ചർച്ചയിൽ വരേണ്ട. ഒന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന ഈ 3 ഭരണതലത്തിലെ 3 വിഭാഗങ്ങളെയും വളരെ കൃത്യമായി വേർതിരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓരോരുത്തരും അവരുടെ ചുമതലകളിൽ സ്വതന്ത്രമാണ്, ഏതാണ്ട് സ്വതന്ത്രമാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന മോണ്ടസ്ക്യൂയുടെ തിയറിയുടെ ഒരു പ്രഖ്യാപനമാണ്. അതായത് ഇറ്റ് ഈസ് ആൻ എസ്സേ റിട്ടൺ ഓൺ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയാറുണ്ട്. അതായത് ലെജിസ്ലേച്ചർ അതിന്റെ ചുമതല ചെയ്യുന്നു, അമേരിക്കൻ കോൺഗ്രസ്, അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, സെനറ്റും അവര് നിയമങ്ങൾ നിർമ്മിക്കുന്നു, പോളിസി ഡിസിഷൻ എടുക്കുന്നു. എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ് ഈസ് ദ എക്സിക്യൂട്ടീവ്. താൻ ഇന്ത്യയിൽ പറയുന്ന പോലെ ഹീസ് ദ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് അല്ല പ്രധാനമന്ത്രിയെ. പ്രസിഡന്റ് ഈസ് ദ എക്സിക്യൂട്ടീവ്. പ്രസിഡന്റിന്റെ സേവകന്മാരെ പോലെയാണ് അവിടുത്തെ മന്ത്രിമാര്, ക്യാബിനറ്റ് സെക്രട്ടറിമാര്. അപ്പം പ്രസിഡന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ജുഡീഷ്യറി മാറി നിന്ന് തെറ്റ് തിരുത്തുന്നു. ഇത് ഇന്ത്യയിൽ ഇത് കുഴഞ്ഞു മറിഞ്ഞാണ് കിടക്കുന്ന ഒന്ന്. രണ്ടാമത്, അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, 50 സ്റ്റേറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫെഡറൽ ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ വളരെ കൃത്യമായി വേർതിരിച്ച് അവരവരുടെ ചുമതലകൾ നടത്തുന്നു. ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റാണ് അതിന് പരിഹാരം കണ്ടത് സംസ്ഥാനങ്ങൾ. ഈ പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം പോരടിക്കുകയും എന്തെങ്കിലും നേട്ടം ഉണ്ടായാൽ അതിന്റെ നേട്ടങ്ങൾ പരസ്പരം അവകാശപ്പെടുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ അപ്പൊ അത് നമ്മുടെ ആ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ ഒരു കുഴപ്പമുണ്ട്. ഇത്രയും കാലം ഇത്രയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും റോഡുകളും വിമാന സർവീസുകളും റെയിൽവേയും ടെലികമ്മ്യൂണിക്കേഷൻ സർവീസും ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു അവസരത്തില്
ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമായി നിലനിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അത് വികസനത്തിന് വലിയൊരു തടസ്സമായി മാറിയിരിക്കുന്നു. ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് ചെയ്യുന്നു, അതിനെ അട്ടിമറിക്കാൻ നേരെ മറിച്ച് സംസ്ഥാന ഗവൺമെന്റ്, അതായത് എല്ലാ പാർട്ടികളും ചെയ്യുന്നത്, BJP ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് കുറ്റവാളികളാണ്. അവർ പ്രതിപക്ഷ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പോൾ ഒരു നയം, അതൊരു വലിയൊരു അപകടമാണ്. ഈ കണ്ടിന്യൂറ്റി ഓഫ് പോളിസി ഇല്ലാതെ വരുന്നു, ക്ലാരിറ്റി ഓഫ് പോളിസി ഇല്ലാതെ. ലോകം മാറുന്നതനുസരിച്ച് ഇന്ത്യയും ഒരുക്കണം, ഒരു മാറുണ്ടാവും. നമ്മൾ വളരെ ലാഗിങ് ആണ്. ലോകം മാറുന്നതിന് വർഷങ്ങളോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് നമ്മളത് മനസ്സിലാക്കി വരുന്നത്. എല്ലാ കാര്യത്തിലും നമ്മളത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഈ മുന്നേറ്റം ഇന്ത്യക്ക് ഇപ്പോൾ കൈവരിക്കാൻ കഴിഞ്ഞത് പുതിയ കുതിപ്പിന് സാഹചര്യം വ്യക്തമായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടം, ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്റെ ഒരു വിലയിരുത്തലില് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായി വന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ പവർ ജനറേഷനിൽ നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. അപ്പം പവറിലും ഇൻഫ്രാസ്ട്രക്ചറിലും റോഡുകളിലുമുള്ള ഈ രണ്ട് ഡെവലപ്മെന്റ് വന്ന നാച്ചുറലി അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അനുബന്ധ വ്യവസായങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് ജീവിത നിലവാരം. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപ് ഭരണം, അടുത്ത 4 വർഷത്തെ ട്രംപ് ഭരണം നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരമായി മാറാനുമുള്ള സാധ്യതയുണ്ട്. വളരെ നന്ദി പ്രൊഫസർ ജോസ് പാമ്പയ്ക്കൻ. നന്ദി, നമസ്കാരം.